പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ നിൻ ബിൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഹോവാലു എന്ന് പറയുന്ന സ്ഥലത്താണ്. വിയറ്റ്നാമിലെ മറ്റൊരു പ്രധാന പുരാതന തലസ്ഥാനമാണ് ഹോവാലു. 10ഉം 11ഉം നൂറ്റാണ്ടുകളിൽ ദിൻ രാജവംശത്തിൻ്റെയും ആദ്യകാല ലേ രാജവംശങ്ങളുടെയും കാലത്ത് ഇത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായിരുന്നു. ചരിത്രപരമായ പ്രാധാന്യത്തിനും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും ഒരുപോലെ പേരുകേട്ട സ്ഥലമാണ് ഹോവാലു. ഞങ്ങൾ ഹാനോയിൽ നിന്നും നെൻമിനിലെ ഹോവാലു എത്തിയ ശേഷം അവിടെ നിന്ന് ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തു. സൈക്കിൾ റെന്റ് കൊടുക്കുന്ന ഷോപ്പുകൾ മിക്കവാറുമുള്ള സ്ഥലങ്ങളിൽ എല്ലാം തന്നെയുണ്ട്. ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും കോഫി ഷോപ്പുകളിൽ പോലും സൈക്കിൾ റെന്റൽ സർവീസുകളുണ്ട്. ഇവിടെ കാണുമ്പോൾ ഹോളിവുഡ് സിനിമകളിൽ ഒക്കെ കാണുന്ന പോലുള്ള സ്ഥലം പോലെ തോന്നിപ്പോകും. ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ള ചെറുതും വലുതുമായ പച്ചപ്പോട് കൂടിയ നിരവധി മലകളും അതിന് വശങ്ങളിലൂടെ ഒഴുകുന്ന നദികളും അരുവിയും വെള്ളച്ചാട്ടങ്ങളും ഈ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഹോവാലുവിൽ നമുക്ക് മെയിനായി കാണാനുള്ളത് ദിങ് ടിയാൻ ഹോങ് ക്ഷേത്രമാണ്. വിയറ്റ്നാമിനെ ഏകീകരിക്കുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്ഥാപിക്കുകയും ചെയ്ത ദിൻ ബോ ലിന്നിനെ ഈ ക്ഷേത്രത്തിൽ ആദരിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഗേറ്റ് വേ വരെ നമുക്ക് സൈക്കിൾ ഉപയോഗിച്ച് ചവിട്ടി വരാം. അത് കഴിഞ്ഞ് അവിടെ സൈക്കിൾ പാർക്ക് ചെയ്ത ശേഷം നടന്നു വേണം ഇതിനകത്തായി മുഴുവൻ കറങ്ങുവാൻ. കുറേയേറെ കാണാനുണ്ട്. പണ്ടത്തെ ക്ഷേത്ര സമുച്ചയങ്ങളും പിന്നെ പ്രകൃതിദത്തമായ കാഴ്ചകളുമാണ് ഇതിനകത്തായി കാണാൻ. പഴയ തലസ്ഥാന നഗരത്തിന്റെ പടിഞ്ഞാറൻ പ്രവേശന കവാടമാണിത്. കവാടത്തിൽ കയറുന്നതിന് വശത്തായി ഹോങ് ലോങ് നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൃഷി, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം, ആത്മീയത എന്നിവയെ സ്വാധീനിച്ചുകൊണ്ട് ഹോവാലുവിൻ്റെയും വിയറ്റ്നാമിൻ്റെയും മൊത്തത്തിലുള്ള ജീവിതത്തിലും സംസ്കാരത്തിലും എരുമകൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പൂർവികരെയോ ദേവതകളെയോ ബഹുമാനിക്കുന്നതിനും സമൂഹത്തിന് നല്ലതിനും വിളവെടുപ്പും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിനായും ഇവർ എരുമകളെ ഉൾപ്പെടുത്തിയുള്ള ബലിച്ചടങ്ങുകൾ നടത്താറുണ്ട്. പരമ്പരാഗത വിയറ്റ്നാമീസ് സമൂഹത്തിൽ എരുമകളെ സ്വന്തമാക്കുന്നത് സമ്പത്തിൻ്റെയും സാമൂഹിക പദവിയുടെയും പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എരുമകളെ ചിലപ്പോൾ സ്ത്രീധനമായി ഉപയോഗിച്ച് വിവാഹാലോചനകളിൽ കൈമാറ്റം ചെയ്യപ്പെടാറ് കൂടിയുണ്ട്. ദിൻ രാജാവിനെ പറ്റിയുള്ള കഥ പറഞ്ഞുകൊണ്ടുള്ള മ്യൂറൽ പെയിന്റിംഗ് കവാടത്തിൽ നിന്നും കയറുന്നതിന്റെ ഇടതുവശത്തായി നമുക്ക് കാണാം. ഹാനോയിൽ നിന്നും ഹോവാലുവിലേക്ക് പോകുന്നതിനായി ഓരോ 30 മിനിറ്റ് ഇടവേളകളിലും ബസ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് ഏകദേശം 450-നും 500-നും ഇടയിലാണ് ബസ് ചാർജ് വരുന്നത്. ഹോവാലു വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ്. മഴക്കുറവായിരിക്കും. കൂടാതെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന സമയം കൂടെയാണ്. ഫെസ്റ്റിവൽ ടൈം നോക്കി വരികയാണെങ്കിൽ ഇവിടുത്തെ ട്രഡീഷണൽ ലോക്കൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കൂടി സാധിക്കും. ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നെയായി ഇൻഗോമോൺ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നു. പുറം ലോകത്തിൽ നിന്നും ക്ഷേത്രത്തിനുള്ളിലെ വിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു പരിവർത്തന പോയിന്റായി ഈ ഗേറ്റ് വേ പ്രവർത്തിക്കുന്നു. 5 ഹെക്ടർ വിസ്തൃതിയുള്ള സ്ഥലത്തായാണ് ഈ ക്ഷേത്രം പരന്നു കിടക്കുന്നത്. പരമ്പരാഗത വിയറ്റ്നാമീസ് വാസ്തുവിദ്യയിൽ തടി കൊണ്ടുള്ള സങ്കീർണമായ കൊത്തുപണികളോട് കൂടിയ ബീമുകൾ, ടൈൽ പാകിയ മേൽക്കൂരകൾ എന്നിവ ഈ ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്നു.
പ്രധാന ക്ഷേത്രത്തിനകത്തായി ദിൻബോ ലിന്നിന്റെയും അദ്ദേഹത്തിന്റെ മക്കളെയും പ്രതിനിധീകരിക്കുന്ന പ്രതിമകൾ കാണാം. ഇപ്പോഴും ഈ ക്ഷേത്രം പണ്ടത്തെ അതേ യഥാർത്ഥ അവസ്ഥയിലും ഭംഗിയിലും കാണാം. ഈ ക്ഷേത്രത്തിന്റെ ഭംഗി കൂട്ടുന്നത് ചുണ്ണാമ്പ് കല്ലും മലനിരകളുടെയും പച്ചപ്പിന്റെയും പശ്ചാത്തലം കൂടി ചേരുമ്പോഴാണ്. ഈ ക്ഷേത്രത്തിലെ വേറൊരു സവിശേഷതയാണ് ഡ്രാഗൺ ബെഡ്. 5 വിരലുകളുള്ള ഡ്രാഗനെയാണ് വിയറ്റ്നാമീസുകാർ ആരാധിക്കുന്നത്. ചൈനയിൽ അത് 3 വിരലുകളുള്ള ഡ്രാഗനെയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മിൻബിനിലെ ഏറ്റവും പോപ്പുലർ ഡെസ്റ്റിനേഷനായ ടാംകോക്കിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.